ഞാനൊരു പാപിയാം നാഥാ, നിൻ കുരിശിലെ സ്നേഹത്തെ മറന്നവൻ ഞാൻ. ഏതൊരു ജീവിതത്തിനിടയിലും സൂക്ഷിക്കേണ്ട ചില നല്ല ഉപദേശങ്ങളെ യേശു എന്ന് പറഞ്ഞു തരുന്നുണ്ട്. കരുണയുള്ളവരായിരിക്കണം, വിധിക്കരുത്, കുറ്റാരോപണം നടത്തരുത്, ക്ഷമിക്കണം, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇങ്ങനെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ചില ബേസിക് ടീച്ചിങ് ആണ് യേശു എന്ന് പറയുന്നത്. ഇതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇതിലെ ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് നമ്മളെ തന്നെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ചില എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. വിധിക്കരുത് എന്ന് പറഞ്ഞ യേശു ആരുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്? അത് മറ്റുള്ളവരെ വിധിക്കരുത് എന്നൊരു കോൺസെപ്റ്റാണ്. POC ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അന്യരെ വിധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അന്യരെ വിധിക്കരുത് എന്നല്ലേ, നമ്മളെ വിധിക്കരുത് എന്ന് പറഞ്ഞില്ലല്ലോ. കുറ്റാരോപണം നടത്തരുതെന്ന് പറഞ്ഞത് മറ്റുള്ളവരെയല്ലേ, നമ്മളെ കുറ്റം ആരോപിക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് ചിന്തിച്ച്, നമ്മളൊക്കെ മറ്റുള്ളവരെ വിധിക്കരുത്, പക്ഷെ നമ്മൾ നമ്മളെ വിധിക്കണം. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. മറ്റുള്ളവരുടെ പേര് കുറ്റാരോപണം നടത്തരുത്, പക്ഷെ നമ്മൾ നമ്മളുടെ കുറ്റങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം. അതിന് നമ്മളുടെ തെറ്റുകളെ കുറച്ച് ഗൗരവകരമായി കാണണം. ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണിക്കേണ്ട കരുണയും നമ്മളുടെ കാര്യത്തിൽ കാണിക്കേണ്ട ചില നിലപാടുകളെയുമാണ് നാം ഇന്ന് ഈ ഗോസ്പലിലൂടെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടത്. സെമിനാരി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എക്സാമിനേഷൻ ഓഫ് കോൺഷ്യസ്. അതായത് ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ധ്യാനിച്ച് ചിന്തിച്ച് അതിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് നമുക്ക് നമ്മളെ തന്നെ ഓർത്ത് നമ്മുടെ പിഴവുകളെ ഓർത്ത് മനസ്തപിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ടൈമാണത്. ഒരു ദിവസം അവസാനിക്കുമ്പോൾ വളരെ സൈലൻ്റായിട്ട് കണ്ണും പൂട്ടി ജീവിതത്തിൽ ഇന്ന് സഹോദരനെതിരായിട്ട് വന്നുപോയ എല്ലാ തെറ്റുകളെയും, ഒരു കമ്മ്യൂണിറ്റി ലൈഫിൽ വന്നുപോയ എല്ലാ കുറവുകളെയും ഓർത്ത് ഹൃദയം കൊണ്ട് ദൈവത്തോട് മാപ്പ് ചോദിക്കുവാനുള്ള ഒരു സമയമാണത്. ഇനി അത് ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കേണ്ട സമയമാണത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വിധിക്കണം. ആരെ? നമ്മളെ തന്നെ വിധിക്കണം. എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്, എവിടെയാണ് ഞാൻ ശരിയാക്കേണ്ടത്? ഇങ്ങനെ ഒരു വിധിയും ഒരു കുറ്റാരോപണവും നമ്മൾ നടത്തുന്നതിൽ തെറ്റില്ല. ഈ വിശുദ്ധരുടെയൊക്കെ ഒരു പ്രത്യേകത, അവരെ തന്നെ ഓരോ നിമിഷവും ചോദ്യം ചെയ്ത് ജീവിച്ചത് കൊണ്ട് അവർക്ക് അവസാനം കിട്ടിയ ഉത്തരം അവർ മറ്റൊരു ക്രിസ്തുവായി മാറി എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം അവസാനം നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ തപസ്സുകാലം കുറേ മൂല്യങ്ങളുടെ കാലഘട്ടമാണെന്ന് തോന്നുന്നു. ഗോസ്പലൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത് ക്രിസ്തുവിൻ്റെ വളരെ മനോഹരമായ ടീച്ചിങ്സാണ്. പക്ഷേ ഇതിനിടയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള നിലപാടുകളുണ്ട്. മറ്റുള്ളവരോട് കാട്ടേണ്ട കരുണയ്ക്കിടയിൽ നമ്മൾ നമ്മളോട് തന്നെ കാട്ടേണ്ട ചില നിലപാടുകൾ, അതാണ് നമ്മളെ കുറച്ചും കൂടി നല്ല മനുഷ്യരാക്കി തീർക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുതാപമേറുന്ന കണ്ണീരുമായി യേശുവേ നിന്നരികിൽ ഞാൻ വരുന്നു. അനുതാപമേറുന്ന കണ്ണീരുമായി യേശുവേ നിന്നരികിൽ ഞാൻ വരുന്നു. ഉരുകുന്ന നെഞ്ചകമോടെ നീറുന്ന മാനസമോടെ കാഴ്ചയായി തിരുമുമ്പിൽ അണയുന്നിതാ അനുതാപമേറുന്ന കണ്ണീരുമായി. ഞാനൊരു പാപിയാം നാഥാ, നിൻ കുരിശിലെ സ്നേഹത്തെ മറന്നവൻ ഞാൻ. ഞാനൊരു പാപിയാം നാഥാ, നിൻ കുരിശിലെ സ്നേഹത്തെ മറന്നവൻ ഞാൻ. കൂടുവിട്ടോടിയ കുഞ്ഞാടിനെ പോൽ കൂരിരുൾ പാതയിൽ ഞാൻ അലഞ്ഞു. കൂടുവിട്ടോടിയ
അലഞ്ഞു കൂരിരുൾ പാതയിൽ ഞാനലഞ്ഞു അനുതാപമേറുന്ന കണ്ണീരുമായി. എൻ മനം നീറുമ്പോൾ നിൻ കരം താങ്ങണേ, കാൽവരി ത്യാഗത്തെ ഓർത്തിയിടുന്നു. എൻ മനം നീറുമ്പോൾ നിൻ കരം താങ്ങണേ, കാൽവരി ത്യാഗത്തെ ഓർത്തിയിടുന്നു. നിൻ കൃപ തേടി ഞാൻ അലഞ്ഞിടുമ്പോൾ കാത്തരുളിയിടണേ എന്നുമെന്നും. നിൻ കൃപ തേടി ഞാൻ അലഞ്ഞിടുമ്പോൾ കാത്തരുളിയിടണേ എന്നുമെന്നും. കാത്തരുളിയിടണേ എന്നുമെന്നും. അനുതാപമേറുന്ന കണ്ണീരുമാ യേശുവേ നിന്നരികിൽ ഞാൻ വരുന്നു. അനുതാപമേറുന്ന കണ്ണീരുമായി യേശുവേ നിന്നരികിൽ ഞാൻ വരുന്നു. ഉരുകുന്ന നെഞ്ചകമോടെ നീറുന്ന മാനസമോടെ കാഴ്ചയായി തിരുമുമ്പിൽ അണയുന്നിതാ അനുതാപമേറുന്ന കണ്ണീരുമായി.